ബിഗ് ബോസ് ജീവിതം ഭയങ്കര ടഫാണ്. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. എവിക്ഷൻ പ്രോസസ്സ് വന്നപ്പോ ഞാൻ വിചാരിച്ചത് സുരേഷ് ഏട്ടൻ പോവും, അല്ലെങ്കിൽ നൂറ പോവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഒരാഴ്ച കൊണ്ട് ഞാൻ ഫസ്റ്റ് എവിക്ഷനിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഔട്ടായിരിക്കുകയാണ്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? എല്ലാവർക്കും നടന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ആയിട്ട് അവസാനം ഇപ്പൊ എന്തായി, നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാറായി ഒരാഴ്ചക്ക് ശേഷം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. എന്റെ ഒരു രീതി ഇങ്ങനെയായിരുന്നു. ഞാൻ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ തന്നെ ചൊറിയാൻ പോയി. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നു. ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ തോൽവി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. പക്ഷെ നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് പോയതിനു ശേഷം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എന്നെ കുറച്ച് പേര് അനുകരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പോന്നപ്പോ തന്നെ ഞാൻ അവരോട് ഉറക്കാൻ വിളിച്ച് പറഞ്ഞത്, എന്നെ അനുകരിക്കേണ്ട. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പൊത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. ഞങ്ങൾ വേറെ ലെവലിലായിട്ട് ഇറങ്ങി. അടുത്ത ആഴ്ച ഗംഭീര ഒരു പ്ലേ കളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ഹ്യൂമർ ട്രാക്ക് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ ഒരിക്കലും ഒരാഴ്ചക്കുള്ളിൽ ഔട്ടായി പോവേണ്ടി വരും എന്ന് വിചാരിച്ചതല്ല. ഇതൊക്കെ എങ്ങനാടാ, നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. ഞാൻ ഒരിക്കലും ഒരാഴ്ചക്കുള്ളിൽ ഔട്ടായി പോവേണ്ടി വരും എന്ന് വിചാരിച്ചതല്ല. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ബൈ പറഞ്ഞു പോയാൽ പോണം, പിന്നെ വലിഞ്ഞേറി വരല്ലേ പ്ലീസ്. ബൈ പറഞ്ഞു പോയാൽ ബൈ. ഓക്കെ ബൈ.